ഞാൻ കാണുന്നത് ഇറാൻ ഈ യുദ്ധം ഒരാഴ്ച കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ തീർക്കാൻ അവർക്ക് അത്ര വലിയ ധൃതി ഉണ്ടാകാൻ പോകുന്നില്ല. അവർ വേണമെങ്കിൽ 10 വർഷം വേണമെങ്കിലും ഈ യുദ്ധം ചെയ്യും. പക്ഷേ ഇസ്രയേലിന് അവർക്ക് നല്ലോണം അറിയാം, ഒരു മാസം കൂടെ ഈ യുദ്ധം ചെയ്യുന്നതിൽ കൂടുതൽ കടന്നു പോകാൻ പറ്റില്ല. ആദ്യത്തെ ആക്രമണത്തിന് തന്നെയും അവരുടെ എയർഫോഴ്സിൻ്റെ 60% വിമാനങ്ങളെയാണ് അവർ ഉപയോഗിച്ചത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ റിറ്റാലിയേഷൻ വിമാനങ്ങളുടെ ബേസിസുള്ളതല്ല, മിസൈലിൻ്റെയാണ്. ബാലിസ്റ്റിക് മിസൈൽസിൻ്റെ ശക്തിയാണ്. അതിന് മുന്നോട്ട് വിമാനങ്ങൾ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവർക്കതിന് ആയിരക്കണക്കിന് റോക്കറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അവരത് ഓരോ ദിവസവും ഒരു 50 100 റോക്കറ്റ്സിനെ അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ ആ രാജ്യം സ്റ്റോൺ ഏജിലോട്ട് പോകും. ഇന്നലത്തെ അറ്റാക്കിൽ നിന്ന് ഇന്ന് ഇസ്രായേലി പത്രങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ അവർ തന്നെ അത് സമ്മതിച്ചിരിക്കുകയാണ്. ഇസ്രായേലി പത്രങ്ങളിൽ തന്നെ അവർ സമ്മതിച്ചിരിക്കുകയാണ്, ഇത് ഷോക്കാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഇന്ന് രാത്രി ചിലപ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ വേവ് ഇറാനിൽ നിന്ന് വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിലെ അംബാസിഡർ, ഡൽഹിയിലുള്ള അംബാസിഡർ ഇന്ന് പരസ്യമായിട്ട് പ്രസ്താവന ഇറക്കിയത്, ഇന്ത്യ ഇതിൽ ഇടപെടണം ഒരു മീഡിയേഷനായിട്ട്. നെതന്യാഹു ഇന്നലെ നമ്മളുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു. അതിനുശേഷം ഇറാനിലെ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടുമായിട്ട് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറിനെ വിളിച്ചു. എന്താണ് കാണുന്നത്? അവർ ഇന്ത്യയെ ഉന്തിത്തള്ളി ഇതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇറാനെ സ്വാധീനം ചെയ്യാൻ കഴിവുള്ള ഒരു രാജ്യം, അടുത്തുള്ള ഒരു രാജ്യം ഇന്ത്യയാണെന്നുള്ളതിനെ മുതലെടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അവസാനിപ്പിച്ചില്ലെങ്കിൽ അവർ കംപ്ലീറ്റായിട്ട് എക്സ്പോസ്ഡ് ആകും, അവരുടെ രാജ്യം പൂർണ്ണമായിട്ട് നശിക്കും. ഇത് അമേരിക്ക അവരുടെ യുദ്ധം നടത്തുന്നതിനായിട്ട് അവിടെ ഒന്നും വരാൻ പോകുന്നതുമില്ല.